കീം 2026 എൻട്രൻസ് എക്സാമിന് അപേക്ഷയോടൊപ്പം വിവിധ വിഭാഗക്കാർ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ബാക്ക്വേർഡ് ക്ലാസസിന് റിസർവേഷൻ ലഭിക്കാൻ നിർദ്ദിഷ്ട നിബന്ധന പ്രകാരം നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. OEC വിഭാഗക്കാർക്ക് സംവരണത്തിന് മേൽത്തട്ടിലല്ലെന്ന് രേഖ ഹാജരാക്കണം. പട്ടിക വിഭാഗക്കാർ തഹസിൽദാർ തരുന്ന ജാതി സർട്ടിഫിക്കറ്റ് നൽകണം. ഇനി കേരളീയരാണെന്ന് തെളിയിക്കാൻ ജനനം കേരളത്തിലാണെന്ന് കാണിക്കുന്ന വിദ്യാർത്ഥിയുടെയോ അച്ഛനമ്മമാരുടെയോ SSLC കോപ്പിയോ പാസ്പോർട്ടിന്റെ കോപ്പിയോ മകൾ അല്ലെങ്കിൽ മകനാണെന്ന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ ഹാജരാക്കണം. അതുമല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ നിർദ്ദിഷ്ട ഫോർമാറ്റ് നൽകിയ സർട്ടിഫിക്കറ്റോ ഹാജരാക്കിയാൽ മതി. അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് അച്ഛന്റെയോ അമ്മയുടേതോ ആണെങ്കിൽ മകൾ അല്ലെങ്കിൽ മകൻ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാലും മതി. ഇനി കേരളീയരല്ലാത്തവരാണെങ്കിൽ +1 +2 കേരളത്തിൽ പഠിച്ചിരിക്കണം. അത് പ്രിൻസിപ്പൽ നിർദ്ദിഷ്ട ഫോമിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ 12 വർഷത്തിൽ 5 വർഷമെങ്കിലും വിദ്യാർത്ഥി കേരളത്തിൽ താമസിച്ചിരിക്കണം. ഇത് വില്ലേജ് ഓഫീസർ ഫോമിൽ സാക്ഷ്യപ്പെടുത്തണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്ലൈ ചെയ്യുമ്പോൾ സൈറ്റിൽ നൽകുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വിദ്യാർത്ഥിയുടേതോ രക്ഷിതാവിൻ്റെതോ ആയിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് cee.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാം. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം.